ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ചലഞ്ച് ആണ്. ചലഞ്ച് എന്ന് വെച്ചാൽ ട്രൂത്ത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ വരുന്നേ, ഇമോഷണൽ ക്വസ്റ്റ്യൻസ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ചലഞ്ച് എന്താന്ന് വെച്ചാൽ ട്രൂത്ത് ആൻഡ് ഡെയർ ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഒരു ചലഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ട്രൂത്ത് ആൻഡ് ഡെയർ എന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് എന്റെ ബ്രദർ എടുത്തു വെച്ചിട്ടുണ്ട്, നമ്മൾ ലോട്ടായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഇന്ന് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് എടുക്കുന്നോളൂ. എടുത്തിട്ട് ട്രൂത്ത് ആയിരിക്കാം, മേ ബി ഡെയർ ആയിരിക്കാം. അപ്പൊ അതൊക്കെ ചെയ്യും. അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. അപ്പൊ അത് ഇത്രയും ക്വസ്റ്റ്യൻ ആക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇത് ഫുൾ എടുക്കുന്നില്ല, ടൈം ഇല്ലാത്തതുകൊണ്ട്. അപ്പൊ ഒരു 10 ക്വസ്റ്റ്യൻ എടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. ഇത് നോക്കാം. അപ്പോ ഏതെടുക്കും? Would you go back in time if you were given a chance? സിമ്പിൾ ക്വസ്റ്റ്യൻ പോയി. ഉറപ്പായിട്ടും ഞാൻ കഴിഞ്ഞ കാലത്തോട്ട് പോകാൻ ചാൻസ് കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും പോയിരിക്കും. എല്ലാ കാലത്തോട്ടും ഇല്ല, എനിക്ക് ഇഷ്ടമുള്ള കാലം കിട്ടുവാണെങ്കിൽ ഞാൻ പോയിരിക്കും. സിമ്പിൾ ക്വസ്റ്റ്യൻ, സിലി ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കട്ടെ. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ മിക്കവാറും പെട്ടെന്ന് തന്നെ എല്ലാം വായിച്ചു വെക്കും ഞാൻ. തിങ്സ് യു ആർ ഗ്രേറ്റ്ഫുൾ ഫോർ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ. തിങ്സ് യു ആർ ഗ്രേറ്റ്ഫുൾ ഫോർ. ഞാൻ എല്ലാത്തിനും ഗ്രേറ്റ്ഫുൾ ആണ്. പ്രത്യേകിച്ച് എനിക്ക് എടുത്തു പറയുന്നത് ക്വസ്റ്റ്യൻ. ഇതൊക്കെ നെയിം someone you have hurt intentionally. ഇതിന്റെ കേടാ. ഞാൻ ആരെയും ഇന്റൻഷനലി ഹേർട്ട് ചെയ്തിട്ടില്ല ഇതുവരെ, ചെയ്യത്തുമില്ല. അതൊന്നും എന്റെ ഡിക്ഷണറി പറഞ്ഞ കാര്യങ്ങളല്ല. അത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ വരുന്നേ, ഇമോഷണൽ ക്വസ്റ്റ്യൻസ്. Does first impression matters? എല്ലാരും പറയും ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന്. അത് അങ്ങനെയാണ്. എന്നാൽ ഫസ്റ്റ് ഇംപ്രഷൻ നല്ലതായിട്ട് പിന്നെ തൊട്ട് നമ്മൾ നല്ലതായിട്ട് പോയില്ലെങ്കിൽ ഫസ്റ്റ് ഇംപ്രഷനിൽ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് മേ ബി മാറ്റർ ആയിരിക്കാം. വേറൊന്നും ഇല്ലെന്നാ കേട്ടോ തോന്നുന്നു. The trait you do not like on other people. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എന്താണ്? പ്രത്യേകിച്ചൊന്നും ഇല്ല. പിന്നെ നമ്മുടെ അടുത്ത് നേരിട്ട് വന്ന് പറയാതെ വേറെ ആർക്കെങ്കിലും പോയി നമ്മുടെ കുറ്റം പറയുകയാണെങ്കിൽ എനിക്കത് അത്ര ഇഷ്ടമല്ല. എനിക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് മാത്രം വരുന്നേ. Select one. Be quiet or talkative for an hour. ഇപ്പൊ ചെയ്യാനാണോ ഉദ്ദേശിച്ചത്? ഞാൻ സെലക്ട് ചെയ്യാനായിരിക്കും. 1 മണിക്കൂറൊക്കെ ടോക്കറ്റീവ് ആയിട്ടിരിക്കാൻ എനിക്ക് പറ്റത്തില്ല. സോ ഐ വിൽ സെലക്ട് ബി ക്വൈറ്റ്. ക്വൈറ്റ് ആയിട്ടിരിക്കുന്നത് നല്ലത്. ടോക്കറ്റീവ് ആയിട്ട് ആണ് അത് 1 മണിക്കൂറൊക്കെ. ഇപ്പൊ പെട്ടെന്ന് കഴിയുന്ന തോന്നുന്നത്. ഞാൻ 2 ആയിട്ട് ചെയ്യാന്നൊക്കെ വിചാരിച്ചു, പക്ഷെ പെട്ടെന്ന് കഴിയുന്നുണ്ടല്ലോ. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിപ്പോയില്ല. Does anyone love you? ഇത് എന്നോടല്ല ചോദിക്കേണ്ടത്. എനിക്കെങ്ങനെ അറിയാം? വേറെ ആർക്കെങ്കിലും പോയി ചോദിക്കുന്നതൊക്കെ. ഇനിയെങ്കിലും ഒരു ഡെയർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലീസ്. Things that make you happy. Things that make you happy. ചെറിയ ചെറിയ കാര്യങ്ങൾ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരിക്കും. ഇപ്പൊ ഞാൻ ഒരാളെ ചിരിച്ച എന്നെ നോക്കി തിരിച്ചിരിക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. പിന്നെന്താ, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് തരും. ഇപ്പൊ മറ്റേ ക്യൂആൻഡേ പോലെ എന്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ചെയ്ത ക്വസ്റ്റ്യൻസ് പോലെ ഉണ്ടല്ലോ. Weird food combo you enjoy.
എൻ്റെ വിയേർഡ് ഫുഡ് കോംബോ നിങ്ങൾക്ക് മേ ബി വിയേർഡ് ആയിട്ട് തോന്നണമെന്നില്ല. കുറെ ഉണ്ട്. എനിക്ക് വിയേർഡായിട്ട് ഞാൻ കഴിക്കുന്ന വിയേർഡ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് എല്ലാത്തിൻ്റെയും ഇപ്പോൾ പൂരിയുടെ ചപ്പാത്തിയുടെ അച്ചാർ കൂട്ടും ഞാൻ, രസം കൂട്ടും, പിന്നെന്താ ചോറിൻ്റെ കൂടെ അച്ചാർ മാത്രം, അതിൻ്റെ വിയേർഡല്ല. വേറെ ചോറിൻ്റെ കടലക്കറി കൂട്ടും. പിന്നെന്താ അതേപോലത്തെ ഇങ്ങനെ പൂരി അതിൻ്റെ കൂടെയൊക്കെ രസം കൂട്ടി കഴിക്കും. പിന്നെ ഉപ്പുമാവാണെങ്കിലും ചിലപ്പോൾ രസം കൂട്ടി കഴിക്കും. ബജ്ജിയോ വടയൊക്കെ വേണമെങ്കിൽ ഞാൻ രസം കൂട്ടി കഴിക്കും. അങ്ങനത്തെ ഉള്ള ചെറിയ ചെറിയ. അപ്പോൾ ഒരു 2 ക്വസ്റ്റ്യൻസും കൂടെ നമുക്കിന്ന് നോക്കാം. ബാക്കി നമുക്ക് അടുത്ത പാട്ടായിട്ട് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ, do you ever cheat someone? No. ഒറ്റ ആൻസറേ ഉള്ളൂ, no. അങ്ങനെയൊന്നും ചെയ്യരുത് നിങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് യു ക്രേവ് നൗ? സത്യം പറഞ്ഞ ഇപ്പൊ കഴിച്ച് വന്നതേ ഉള്ളൂ, എന്നാലും ക്രേവ് ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ കുറച്ച് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു ഫ്രൈഡ് റൈസ് ഒക്കെ കിട്ടിക്കൊള്ളാം. അതാണ്. അപ്പോൾ ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൂടെ എടുക്കുന്നുള്ളൂ, ബാക്കി നമുക്ക് നെക്സ്റ്റ് പ്രാക്ടീസ് ചെയ്യാം. ഏതെങ്കിലും നല്ല ക്വസ്റ്റ്യൻ പറഞ്ഞേ. The things that you are most afraid of. തിങ്സ് എന്ന് പറയുമ്പോൾ സാധനം തന്നെ വേണമെന്നില്ലല്ലോ, ഇതിനും കാര്യം വരും പോലെ. എനിക്ക് ഹൈറ്റ് ഭയങ്കര പേടിയാണ്. ഹൈറ്റ് മീൻസ് ഇങ്ങനെ ഒരുപാട് ഹൈറ്റ് ഉള്ള മലയിലോ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾക്ക് മേളിൽ കയറത്തില്ലെന്നല്ല, കയറുമ്പോൾ എനിക്ക് വലിയ കുഴപ്പമില്ല, ഇറങ്ങുമ്പോഴും പിന്നെ അവിടെ താഴോട്ട് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. ഹൈറ്റ് ഭയങ്കര പേടിയാണ്. ഹൈറ്റിൽ എന്ത് നോക്കിയാലും എനിക്ക് പേടിയാണ്. അപ്പോൾ അതാണ് the thing that I am most afraid of. അപ്പോൾ ഇനിയും കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ആഡ് ചെയ്യാൻ പറയാം. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻസും കൂടെ വേണം. അപ്പോൾ അത് നെക്സ്റ്റ് പാർട്ടായിട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമന്റ് ആയിട്ട് അറിയിക്കണം. ആൻഡ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.